ഹലോ. രാവിലെ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒത്തിരി ജോലികൾ കാണുമല്ലേ. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഒത്തിരി തുണികളൊക്കെ കഴുകാൻ. അതൊക്കെ കുതിർത്ത് വെച്ചിട്ട് നോക്കിയപ്പോൾ നമ്മുടെ കുങ്കുമ മരത്തിൽ നിറയെ കുങ്കുമക്കാ പിടിച്ച് കിടക്കുന്നു കേട്ടോ. ഇത് ഒത്തിരി ഉണ്ടായിരുന്നു, കുറേയൊക്കെ അച്ഛൻ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കിയേ, പണ്ട് നമ്മൾ കുട്ടികളായിരുന്നപ്പോഴത്തേക്ക് ഇതൊക്കെ കയ്യിൽ പെരട്ടി ഒരുപാട് കളിച്ചിട്ടില്ലേ. അപ്പോൾ എനിക്ക് ഒരെണ്ണം പറിക്കാൻ തോന്നിയിട്ട് ഞാനൊരു കമ്പെടുത്ത് അടിച്ച് ഒന്നിട്ടിട്ടുണ്ട് കേട്ടോ. അത് അധികം മുറ്റിയിട്ടില്ല, പിഞ്ചായിരുന്നു. എങ്കിലും പൊട്ടിച്ചപ്പോൾ നല്ല കളറുണ്ടായിരുന്നു കേട്ടോ. പണ്ട് എന്തിനാണെന്ന് അറിഞ്ഞൂടാ, ചില ആൾക്കാരോടൊക്കെ ഇത് ചോദിക്കുമ്പോൾ തരത്തില്ലായിരുന്നു കേട്ടോ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഇതിന് എന്തൊരു കളറാണെന്ന് അറിയാമോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് ഇതിവിടെ നിന്ന് ഉണങ്ങി അങ്ങ് പോവുകയാണ് പതിവ്. പിന്നെ ഞാൻ ദേ തുണിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് അകത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി അടുപ്പത്തിരിക്കുമായിരുന്നു. മീൻകറി തിളച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അവിയലും കൂടെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിയലൊക്കെ ഇതേ വെച്ച് അതിനകത്തും കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മോര് കറിക്ക് ഇതേ വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ മീനും കൂടെ വറുത്തെടുത്ത് കേട്ടോ. പിന്നെ നമുക്ക് രാവിലത്തെ കാപ്പിക്കുള്ള ഉഴുന്നിലും പച്ചരിക്കകത്തുമൊക്കെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ച് വൈകുന്നേരം കുറച്ച് പരിപ്പോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതും കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് വന്നു, പിന്നെ പുറം മൊത്തം നനഞ്ഞു കേട്ടോ. പിന്നെ ഇങ്ങ് കുളിച്ച് കളയാമെന്ന് വിചാരിച്ച് എണ്ണയൊക്കെ തേച്ച് അപ്പോൾ ഇതേ കുളിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് മോര് കറിയുടെ ബാക്കി കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് അതിനകത്ത് ഇടാനായിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് ഞാനങ്ങ് മുഖത്തിട്ടു കേട്ടോ. എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാവേ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്.